വെൽക്കം ടു കാക്കശ്ശേരീസ് വ്ളോഗ്. അപ്പോൾ കാക്കശ്ശേരീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് പുറത്തു പോകണം. പക്ഷെ ഇവളില്ല, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഇവള് വെറുതെ ഡ്രസ്സ് മാറി ഒരുങ്ങി നിൽക്കുകയാണ്. എനിക്ക് കോളേജിന്റെ ഒരു അസൈൻമെന്റിന് ഒരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത്, കാരണം സൂമിൽ ഇന്റർവ്യൂ ഉള്ളത് കാരണം. പക്ഷെ ആ സമയത്ത് ഇതുപോലെ ബാക്കിൽ ഒച്ചയും വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ജെഫിനെ ഗെറ്റ് ഔട്ട് അടിക്കാൻ വേണ്ടിട്ട് എളുപ്പം മാർഗം കണ്ടേക്കാണ്. പിള്ളേർക്ക് യാത്ര ഇഷ്ടമാണ്, കാർ എടുക്കുന്നില്ല. പക്ഷെ ഞാൻ ട്രാമിൽ പോവാണ്. ട്രാമിൽ ഒരു 1 hour അങ്ങോട്ടും 1 hour ഇങ്ങോട്ടും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ പോയി പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യട്ടെ. പ്രഷറൊന്നും അടിക്കാണ്ട് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കും. പിള്ളേർ ട്രാമിലും ഉണ്ടായി, അവർക്ക് യാത്ര ഇഷ്ടമായതാരും ഉണ്ടാകാതായിരിക്കും. പുറത്തിറങ്ങിയ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. പുതിയ ജാക്കറ്റ് അല്ല, ഇത് വാങ്ങിയിട്ട് കൊല്ലായി, ഇപ്പോഴിടുന്നുള്ളൂ. So many tram. Hi Daniel. Hi. Say hi. Say hi. Say hi Sam. Hi. Hi. ഇപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടിയിട്ട് കൈ പിടിച്ച് നടക്കുന്നുണ്ട്. മെയിൻ റോഡിലേക്കാണ് പോണത്. വാക്ക് വേ ആണ്. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഭാഗമാണത്. Yeah, we will go in one tram, no problem. Okay, stop. Hi. What is that? There's a truck over there. Track? Under the track? So what is this track? For tram. This is for tram and that is for train? Is it working? Oh, card invalid. Use this one. Daniel? നോ ഇനഫ് മണി. അപ്പോൾ ആ കയറി പോകുന്നതാണ് ട്രാമിൻ്റെ ഡ്രൈവർ. അപ്പോൾ ഞങ്ങൾ ഫെയർവ്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നത് കൊണസ്റ്റോഗോ മോളിലേക്കാണ്. അതായത് ഫെയർവ്യൂ പാർക്ക് മോളിൽ നിന്ന് കൊണസ്റ്റോഗോ മോളിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്, ഈ ട്രാം പോകുന്നത്. അപ്പോൾ 2 മേജർ എൻഡ്സ് ആണ് ഉള്ളതിന്. ഈ 2 മേജർ എൻഡ്സ് കണക്ട് ചെയ്യുന്ന ഒരു ട്രാം നെറ്റ്വർക്കാണ് ഗ്രാൻഡ് റിവർ ട്രാൻസിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് റിവർ ട്രാൻസിറ്റിൽ എന്തൊക്കെയാണ്, ബസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഈ ട്രാമും ഉണ്ട്. ഈ 2 ഇതും കണക്റ്റഡാണ്, ടൈം അഡ്ജസ്റ്റഡ് ആയിട്ട് കണക്റ്റഡാണ്. ഇവിടുന്ന് ഈ ട്രാം ഇറങ്ങിയിട്ട് നമുക്ക് ബസ്സിലും കയറാം. അതുപോലെ ഇതിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ട് ട്രാം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ട്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സാമും ഡാനി എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് യാത്രയെ സ്റ്റാർട്ട് ചെയ്യാം. പിള്ളേർക്ക് ഈ ട്രാമിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ക്രൈസാണ്. അപ്പോൾ ഇതാണ് KNW, അതായത് കിച്ചണർ ആൻഡ് വാട്ടർലൂ കണക്റ്റ് ആവുന്ന മാപ്പ്, ട്രാമിൻ്റെ മാപ്പ്. അത് കേംബ്രിഡ്ജിലേക്ക് പുതിയൊരു കണക്ഷൻ വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു. ആർ യു എൻജോയിങ് ദ റൈഡ്? Yes. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ലൈൻ സ്റ്റോപ്പ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ്. ഇവിടുന്ന് സൗത്ത് ബൗണ്ട് ട്രാം പിടിച്ചു കഴിഞ്ഞാൽ ഫെയർവ്യൂവിലേക്ക് പോകാം. നോർത്ത് ബൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൊണസ്റ്റോഗോയിലേക്ക് പോകാം. ഞാൻ കൂടുതൽ സഞ്ചരിച്ചിരുന്നതും ബസ്സിലായിരുന്നു. അപ്പോൾ ഈ ട്രാമിൻ്റെ റൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പോ ഈ മിൽ സ്റ്റേഷൻ ഏതാണെന്ന് വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല, എങ്ങോട്ടോ കണക്റ്റ് ആവണമെന്നും അറിയില്ല. പക്ഷേ കുറേ റെസിഡൻഷ്യൽ ഏരിയയുടെ മുന്നിൽ കൂടിയും ഇത് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന റോഡാണ്, ആദ്യമായിട്ട് പോകുന്ന ഏരിയകളാണ്. എന്തായാലും കിഡ്സ് ദേ ആർ എൻജോയിങ്. ഈ കിച്ചണർ മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് മുന്നേ നമ്മുടെ ശ്രീമതിയുടെ കോളേജിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവരുടെ കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റോപ്പാണ്. അത്യാവശ്യം ഹോട്ടൽസും മാർക്കറ്റ് ഏരിയയും മാർക്കറ്റ് സ്ക്വയറും അതുപോലെ കൊണസ്റ്റോഗോ കോളേജും ഡൗൺ ടൗൺ കോളേജും ഈ സ്റ്റോപ്പിനോട് ചേർന്നിട്ടാണ്. ഈ സ്റ്റോപ്പിൻ്റെ പേരാണ് ഫ്രെഡറിക് സ്റ്റേഷൻ. നോർത്ത് ബൗണ്ട് ട്രാമിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്രെഡറിക് സ്റ്റേഷനും സിറ്റി ഹാൾ സ്റ്റേഷനും 1 way മാത്രമേ കിട്ടുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഈ സ്റ്റോപ്പ് ഉണ്ടാവില്ല. Is that mommy's college? Yes. Which one? That one? Really?
like really I don't think so. and I liked it so much. And then Where is like, Mummy's college? it's a little bit of a task to make it, so she just like kind of stopped making it. So then I asked her for my birthday one year. Does she have a personal? No, she makes it with like a graham cracker crust, and I feel like usually when you get lemon pie, it's like a white crust. And I don't know, like it's not that big, it's just not box, but it's a little bit tricky. It's just really good. അപ്പോൾ ആർക്കെങ്കിലും സർവീസ് ഒണ്ടാറിയോ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ കിച്ചണർ സിറ്റി ഹാൾ സ്റ്റേഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ സിറ്റി ഹാളുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സെയിൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പും നേരത്തെ പറഞ്ഞ ഫ്രെഡറിക് സ്റ്റേഷനും 1 വേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം ഈ റൂട്ട് എടുക്കുമ്പോൾ. അടുത്തത് ഈ സെൻട്രൽ സ്റ്റേഷനാണ്. ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് മെയിൻ ഗോ ട്രെയിനും ഗോ ബസ്സും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഓഫീസും തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ കിച്ചണർ അപ്പ് ടൗണിലുള്ള ഒരു മേജർ സ്ട്രീറ്റാണ് കിങ് സ്ട്രീറ്റ്. അപ്പോൾ അതിലെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്, പ്രത്യേകിച്ച് രാത്രി ഫുൾ ലൈറ്റപ്പാണ്. ഈ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയത്ത് അടിപൊളിയായിരുന്നു ഈ സ്ട്രീറ്റൊക്കെ കാണാൻ. എന്തായാലും ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൊറോണയും പാൻഡമിക്കൊക്കെ മൂർജിച്ച കാരണം പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇനിയോ അടുത്ത ക്രിസ്മസും ന്യൂ ഇയറൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കും. പിന്നെ അടുത്ത ആഘോഷങ്ങളൊക്കെ കൂടെ വരുമ്പോൾ തന്നെ ഞങ്ങളിവിടെ വരുന്നതായിരിക്കും. നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ഈ ട്രാം വന്ന് നിൽക്കുന്ന ആ സ്റ്റോപ്പിൻ്റെ പേര് വാട്ടർലൂ പബ്ലിക് സ്ക്വയർ എന്നാണ്. വാട്ടർലൂയിലോട്ട് കടന്നു, നമ്മുടെ കിച്ചണത് മാറി വാട്ടർലൂയിലേക്ക് കടന്നു. ആ നേരെ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് BMO എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ഓഫീസ്. സത്യം പറഞ്ഞാൽ ഈ ഏരിയയിലോട്ടൊന്നും വന്നിട്ടില്ല. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സിൽവർ ലേക്കിൻ്റെ കൊണ്ട് ചേർന്ന് കിടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതാണ് സിൽവർ ലേക്കിൻ്റെ ഒരു ഭാഗം. അതിനോട് ചേർന്നിട്ടാണ് വാട്ടർലൂ പാർക്ക് ഉള്ളത്. ഇവിടെ ഞങ്ങൾ മറ്റേ ക്രിസ്മസിൻ്റെ ലൈറ്റപ്പ് കാണാൻ വന്നിരുന്നു. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് വാട്ടർലൂ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പാണ്. അപ്പോൾ വാട്ടർലൂവിലേക്ക് വരുന്നവർക്ക് ഈ പാർക്കിലേക്ക് വരുന്നവർക്കോ അല്ലെങ്കിൽ ലോർണിയർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂവിൻ്റെ ഏതൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. അവിടെ ബോർഡുകളൊന്നും കാണുന്നില്ല. എന്തായാലും യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂവിൻ്റെ സ്റ്റോപ്പ് എത്തിയ സ്ഥിതിക്ക് അതൊരു യൂണിവേഴ്സിറ്റി സംബന്ധമായ ബിൽഡിംഗ് തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനിടയിൽ ഡാനയ്ക്ക് വെള്ളം തയ്ച്ചപ്പോൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് മിസ്സായി. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പാണ് നോർത്ത് ഫീൽഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കൊണസ്റ്റഗോ സ്റ്റേഷനാണുള്ളത്. അപ്പോൾ ഈ നോർത്ത് ഫീൽഡിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് എൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് 45 മിനിറ്റാണ് എനിക്ക് വീട്ടിൽ നിന്നും ഈ ലൊക്കേഷനിലേക്ക് എത്താൻ എടുക്കുന്നത്. അതേസമയം കാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്താം. നമ്മൾ LCBനെ പരിചയപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ചാനലിൽ. അപ്പോൾ അടുത്ത വീഡിയോ LCB ആയിക്കോട്ടെ. പെർമിഷൻ എടുക്കണം, എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ കൊച്ചിയിൽ മെട്രോ വരുന്നതിന് പകരം ഈ ട്രാം കൊടുന്നാൽ മതിയില്ലായിരുന്നു. പിന്നെയാണ് തോന്നിയത് ഈ ട്രാം എങ്ങാനും വന്നു കഴിഞ്ഞാൽ വണ്ടിയുമേ കംപ്ലീറ്റ് പാച്ച് വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മൊത്തം ബാൻഡേഡ് ഒട്ടിച്ചിട്ടുണ്ടാവും. കാരണം ഇടിച്ചിടിച്ച് വണ്ടിയിലിടിച്ചിടിച്ച് പണ്ടാറായി കാണും. അയ്യോ, ആലോചിക്കാൻ വയ്യ. ഇനിയാവും ഇതാണ് കൊണസ്റ്റഗോ സ്റ്റേഷൻ. അപ്പോൾ കൊണസ്റ്റഗോയിലെത്തി ഏകദേശം 45 മിനിറ്റ്സാണ് ഫെയർവ്യൂ ടു കൊണസ്റ്റഗോ എടുക്കുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ സ്റ്റോപ്പ്. ഇനി തിരിച്ചു പോകണം. ഇപ്പോൾ 2 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ്. അതിനോടൊപ്പം തന്നെ കൊണസ്റ്റഗോ മോളാണ് കാണുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ GRT ട്രാമിൻ്റെ റൈഡ്. ഇനി ഞങ്ങൾ നേരെ കൊണസ്റ്റഗോ മോളിൽ നിന്നും തിരിച്ച് ഫെയർവ്യൂവിലേക്ക് പോകണം. ഫെയർവ്യൂവിൽ പോകുന്നില്ല, ഓൺ ദ വേ അതൊരു സ്റ്റോപ്പ് മുന്നേ ഞങ്ങൾ ഇറങ്ങും, ബ്ലോക്ക് ലൈനിൽ ഇറങ്ങും. ഡാനിക്ക് തീർക്കായി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, ബൈ. കിച്ചണറിലും വാട്ടർലൂവിലൊക്കെ ഏകദേശം പോപ്പുലേഷൻ കുറവായതുകൊണ്ട് അധികം
തിരക്കൊന്നുമില്ല ട്രാമിൻ്റെ അടുത്ത്. പക്ഷേ പീക്ക് ഹവേഴ്സിലൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ആണ്. എന്നാലും മറ്റുള്ള സ്റ്റോപ്പുകളിൽ നിന്ന് ആൾക്കാർ കയറും. നമ്മുടെ കുട്ടാപ്പിമാർ റെഡിയാണ്. സോ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി. നമ്മുടെ ഡാനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോഴും ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. Line station. Doors open on the left. ബ്ലോക്ക് ലൈൻ സ്റ്റേഷനിൽ കേട്ടപ്പോൾ തന്നെ മൂത്തോൻ്റെ എനർജിയൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ ഇറങ്ങണമല്ലോ എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. ഞാൻ അപ്പോഴേ ചോദിച്ചതാ മഴയത്ത് പെട്ടെന്ന്, അപ്പൊ നോന്ന് പറഞ്ഞു. ശരി വീട് വീട്ടിലേക്ക് നടക്കണ കൊടയെങ്കിലാ കൊട എടുക്കേ. അങ്ങനെ ജെഫും പിള്ളേരും വീട്ടിലെത്തി. പിള്ളേർ ഗീ റൈസും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തണുപ്പൊക്കെ മാറി അവരൊന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു സാധനം ഇരിക്കണം, നോക്കിയേ. എന്തായി? തണുപ്പില്ലാന്നിട്ട് പോയെ ചെറിയൊരു ജാക്കറ്റ് ഇട്ടിട്ട്. അവർക്ക് പറയും തണുപ്പില്ലാന്നിട്ട് പോയെ കുഞ്ഞ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട്. നല്ല മഴയും നല്ല തണുപ്പുണ്ട് പുറത്ത്. എന്തായാലും കഴിക്കണം, നല്ല തണുപ്പ് മാറും. ഫുഡുണ്ട്, ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി. അതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും കഴിക്കണം. കട്ടൻ ചായ തരാം കേട്ടാ. കട്ടൻ ചായയുടെ കളറിലോ ഏതെങ്കിലും കഴിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വ്ലോഗിൽ സന്ധിക്കാം. സീ യു സൂൺ.